ദമ്പതികൾ തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ ഇരകളാകുന്നതിൽ കൂടുതലും അവരുടെ മക്കളും മാതാപിതാക്കളുമാണ്. ഭാര്യയോടുള്ള വിരോധത്തിൽ ഉറ്റവരെ പോലും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവ് കാഴ്ച. തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യ പിതാവിനെ യുവാവ് കൊലപ്പെടുത്തിയത് വാക്ക് തർക്കത്തെ തുടർന്നാണ്. നെടുമങ്ങാട് സ്വദേശി സുനിൽകുമാറിനെ മകളുടെ ഭർത്താവായ അഭിലാഷ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. സ്വാഭാവിക മരണമെന്ന് പ്രതി വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഈ മാസം 10 വൈകിട്ട് മഞ്ചയിലെ വീട്ടിൽ വെച്ച് സുനിൽകുമാറും മകളുടെ ഭർത്താവായ അഭിലാഷും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അഭിലാഷിന്റെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വിറ്റു എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. തുടർന്നുണ്ടായ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സുനിൽകുമാറിനൊപ്പം അഭിലാഷും പോയിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം സുനിൽകുമാർ മരിച്ചു. തുടർന്ന് വിവരം ലഭിച്ച നെടുമങ്ങാട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിലാഷിന്റെ പങ്ക് വ്യക്തമായത്. മരണകാരണം മർദ്ദനത്തിലേറ്റ പരിക്കുകളാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. തറയിലിട്ട് ക്രൂരമായി നെഞ്ചത്തും പുറത്തും ചവിട്ടിയതിനെ തുടർന്ന് സുനിൽകുമാറിന്റെ വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. മറ്റാർക്കും സംശയം തോന്നാത്ത തരത്തിൽ വളരെ സ്വാഭാവികമായിട്ടായിരുന്നു പിന്നീട് അഭിലാഷിന്റെ പെരുമാറ്റം. നെടുമങ്ങാട് ഡിവൈഎസ്പി ബി ഗോപകുമാറിന്റെ മേൽനോട്ടത്തിൽ SHO അനീഷ് ബി, SIമാരായ രവീന്ദ്രൻ, രജിത്ത്, സീനിയർ CPOമാരായ ബിജു സി, ദീപ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസിന്റെ ചുരുളഴിച്ച് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.